നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും LDFിനെയാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. മണിയെ പോലെയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ LDFിന് CPMന് വലിയ വിജയം നേടിക്കൊടുത്ത സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം മത്സര രംഗത്തില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഇടുക്കി ജില്ല ആരോടൊപ്പമായിരിക്കും നിലകൊള്ളുക എന്നുള്ള ചോദ്യം അവിടെ തന്നെ ബാക്കിയാവുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ LDF UDFും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ജില്ലയാണ് ഇടുക്കി എന്നുള്ളത്. LDF അവരുടേതായ കാരണങ്ങൾ അതിന് നിരത്തുന്നുണ്ട്, UDFും അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എന്തായിരിക്കും അവിടുത്തെ സാഹചര്യം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ദേവികുളം മണ്ഡലം സംവരണ മണ്ഡലമാണ്. CPMന് വേണ്ടി രാജയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. UDFിന് വേണ്ടി രാജ സ്ഥാനാർത്ഥിയാകുമ്പോൾ BJPക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ CPMന് വേണ്ടി മണ്ഡലത്തിൽ മത്സരിക്കുകയും MLA ആവുകയും ഒക്കെ ചെയ്തിരുന്ന CPMന്റെ അവിടുത്തെ പരിചിത മുഖമായിരുന്ന രാജേന്ദ്രനാണ് ഇപ്രാവശ്യം BJPക്ക് വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയായത്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ദേവികുളം മണ്ഡലത്തിലെ. അപ്പോൾ BSP അവിടെ മത്സരിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജേന്ദ്രൻ എന്ന CPMന്റെ കഴിഞ്ഞ കാലങ്ങളിലെ സുപരിചിതനായ മുഖം BJPക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ CPM രാജ CPMന് വേണ്ടി മത്സരിക്കുമ്പോൾ UDF രാജയാണ് UDF സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അഡ്വക്കേറ്റ് രാജ CPMന് വേണ്ടി 59,000 ചില്ലാനം വോട്ട് നേടിയ മണ്ഡലമാണ്. അതായത് 51% വോട്ടാണ് മണ്ഡലത്തിൽ പോൾ ചെയ്തതിന്റെ 51% വോട്ടാണ് രാജ നേടിയത്. കോൺഗ്രസിന് വേണ്ടി D കുമാർ 51,201 വോട്ടാണ് നേടിയത്. NDAക്ക് വേണ്ടി ഗണേശൻ 4,200 ചില്ലാനം വോട്ടാണ് നേടിയത്. അപ്പോൾ NDAക്ക് അന്ന് കിട്ടിയ 4,200 ചില്ലാനം വോട്ട് സുപരിചിതനായ രാജേന്ദ്രനിലൂടെ വർദ്ധിപ്പിക്കാമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അത് എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. 2021 CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 7,848 വോട്ടിൻ്റെതാണ്. 2016 ഇതേ രാജേന്ദ്രൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും കോൺഗ്രസിനെ അന്ന് പരാജയപ്പെടുത്തിയത് 6,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. AIDMKക്ക് അന്ന് മണ്ഡലത്തിൽ 11,000 ചില്ലാനം വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ട വസ്തുതയാണ്. 2011 CPM സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ അന്ന് നേടിയ ഭൂരിപക്ഷം എന്നുള്ളത് 4,000 ചില്ലാനമാണ്. അഥവാ 2011 മുതൽ CPM വിജയിക്കുന്ന മണ്ഡലമാണ്. അന്ന് രാജേന്ദ്രൻ 2 തവണ വിജയിച്ചു ആ മണ്ഡലത്തിൽ നിന്നും. അദ്ദേഹം ഇപ്പോൾ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇപ്രാവശ്യം CPM നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CPM വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മണ്ഡലത്തെ കാണുന്നത്. ഈ രാജേന്ദ്രന്റെ മാറ്റമൊന്നും CPMനെ സംബന്ധിച്ചിടത്തോളം വിഷയമുണ്ടാക്കിയ കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും മണ്ഡലത്തിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യത കുറവാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി നമ്മുടെ മണിയാശാന്റെ തട്ടകമായ ഉടുമ്പൻചോലയെ കുറിച്ചാണ്. ഉടുമ്പൻചോലയിൽ ഇപ്രാവശ്യം മണിയാശാൻ മത്സരിക്കുന്നില്ല. പകരം KK ജയചന്ദ്രനെയാണ് CPM രംഗത്തിറക്കിയിരിക്കുന്നത്. സേനാപതി വേണുവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. BDJSനും സ്ഥാനാർത്ഥിയുണ്ട്. BSPയും മത്സരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ മണി നേടിയത് 77,381 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ അഗസ്റ്റി നേടിയത് 39,000 ചില്ലാനം. BDJSന് 7,000 ചില്ലാനം വോട്ടുമാണ് ലഭിച്ചത്. അന്നത്തെ മണിയുടെ ഭൂരിപക്ഷം 38,305 വോട്ടിൻ്റെതാണ്. അതായത് 2021 നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പിൽ മണി എന്ന CPMന്റെ പ്രമുഖനായ നേതാവ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷം 38,000 വോട്ടിൻ്റെതാണ്. 2016 തെരഞ്ഞെടുപ്പിൽ മണിയുടെ ഭൂരിപക്ഷം എന്നുള്ളത്, അന്ന് ഇതേ സേനാപതി വേണുവാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 2016 ഭൂരിപക്ഷം എന്നുള്ളത് 1,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു.
അപ്പോൾ 2016 ആദ്യത്തെ ജില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം നേടിയ മണിയാണ് 2021 അത് 38,000 വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ സേനാപതി വേണുവിനെ തന്നെ ഇപ്രാവശ്യം കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത എന്നുള്ളത്. 2011 തെരഞ്ഞെടുപ്പിൽ കെ ജയചന്ദ്രൻ നേടിയ ഭൂരിപക്ഷം CPM-ന് വേണ്ടി അന്ന് നേടിയ ഭൂരിപക്ഷം 9,000 ജില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ 2011 CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 9,800 ജില്ലാനം, 2016 MM മണിയുടെ ഭൂരിപക്ഷം 1,100 ജില്ലാനം, 2021 എത്തുമ്പോൾ MM മണിയുടെ ഭൂരിപക്ഷം 38,000 ജില്ലാനമാണ്. അപ്പോൾ ഇപ്രാവശ്യം കെ ജയചന്ദ്രനിലൂടെ മണ്ഡലം നിലനിർത്താമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ അത് സാധ്യമാകുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലായിട്ട് വരുന്നത്. ഈ ഉടുമ്പൻചോല മണ്ഡലവും ഇടുക്കി ജില്ലയിലെ LDF-ലേക്ക് തന്നെ പോവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മണിയാശാന്റി സീറ്റ് കൊടുത്തില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെയുള്ള പ്രാദേശിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ് MM മണി. പക്ഷേ CPM സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ അതിനെ മറികടന്നുകൊണ്ട് സീറ്റ് നിലനിർത്തുമെന്നുള്ള ഒരു സാധ്യതയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി PJ ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയെ പറ്റിയാണ്. PJ ജോസഫ് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉള്ളംകൈയിൽ വെച്ചിരുന്ന മണ്ഡലം. ഈ തെരഞ്ഞെടുപ്പിൽ അബു ജോൺ ജോസഫാണ് UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. LDF-ന് വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന മണ്ഡലമാണ്. സിറിയക് ചാഴിക്കാടനാണ് മത്സരിക്കുന്നത്. 2020 കൂടി മത്സര രംഗത്തുണ്ട്. NDAക്ക് വേണ്ടി AAP-യും ഉണ്ട്. 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അന്ന് PJ ജോസഫിന് ലഭിച്ച വോട്ട് 67,495 വോട്ടാണ്. കേരള കോൺഗ്രസ് മാണിയുടെ പ്രൊഫസർ KA ആന്റണിക്ക് 47,000 ജില്ലാനം വോട്ടാണ് നേടിയത്. അന്ന് BJPക്ക് 21,000 ജില്ലാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 21,000 ജില്ലാനം വോട്ട് BJPക്ക് ലഭിച്ച മണ്ഡലമാണ് ഇപ്രാവശ്യം 2020ക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ അത്രയും വലിയ സ്വാധീന ശക്തിയൊന്നുമല്ല 2020 എറണാകുളത്തെ പോലെ. എങ്കിലും അവർക്ക് സീറ്റ് കൊടുത്ത് BJP വോട്ടുകൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. PJ ജോസഫിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 20,000 ജില്ലാനം വോട്ടിൻ്റെതാണ്. 20,259 വോട്ടിനാണ് 2021 തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിജയിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് വിജയിച്ചത് അന്നത്തെ PJ ജോസഫിന്റെ ഭൂരിപക്ഷം 45,000 ജില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 45,587 വോട്ടിന്റെ. 2011 തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന്റെ ഭൂരിപക്ഷം, അന്ന് കേരള കോൺഗ്രസ് മാണിയോടൊപ്പമായിരുന്നു PJ ജോസഫ്, അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 22,868. ഇപ്പോൾ 2011 PJ ജോസഫ് 22,868 വോട്ടിന് വിജയിച്ച മണ്ഡലം 2016 45,000 അത് മാറുന്നുണ്ട്. 2021 വീണ്ടും 20,000 ജില്ലാനമായിട്ട് കുറയുന്നുമുണ്ട്. ഏതായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ജോസഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത. ജോസഫ് ഗ്രൂപ്പ് തന്നെ നിലനിർത്താനാണ് സാധ്യത. ഈ അബു ജോൺ ജോസഫിലൂടെ PJ ജോസഫിന്റെ പാരമ്പര്യം കാക്കാനുള്ള സാധ്യതകളാണ് തൊടുപുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുക. ഇടുക്കി മണ്ഡലത്തെ പറ്റിയാണ്. റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മാണിയുടെ നിലവിലുള്ള MLA ആണ്. അവരുടെ പ്രമുഖനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇടുക്കി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി റോയ് പൗലോസ് ആണ് മത്സരിക്കുന്നത്. BDJS-നും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിൻ നേടിയത് 62,368 വോട്ടാണ്. അന്ന് ഫ്രാൻസിസ് ജോർജ് ആണ് മത്സരിച്ചത്. PJ ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹത്തിന് 56,100 ജില്ലാന വോട്ട്. BDJS-ന് 9,148 വോട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വിജയ മാർജിൻ എന്നുള്ളത് റോഷി അഗസ്റ്റിൻ എന്ന കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയുടെ LDF-ന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 5,573 വോട്ടിൻ്റെതാണ്. 2016 റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ റോഷി അഗസ്റ്റിൻ തന്നെ വിജയിച്ചത് 9,300 ജില്ലാന വോട്ടിൻ്റെതാണ്. 2011 റോഷി അഗസ്റ്റിൻ വിജയിച്ചത് 15,806 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ 2011 മുതൽ കേരള കോൺഗ്രസ് മാണി വിജയിക്കുന്ന റോഷി അഗസ്റ്റിൻ തന്നെ വിജയിക്കുന്ന മണ്ഡലമാണ്. 2011, 16, 21 അവർ തന്നെയാണ് വിജയിച്ചത്. പക്ഷെ 2 പ്രാവശ്യം അവർ UDF-ന്റെ കൂടെയും പിന്നീട് അത് LDF-ന്റെ കൂടെയുമായിരുന്നു. ഇപ്രാവശ്യവും
ഇടുക്കിയിൽ മറ്റൊരു മാറ്റങ്ങൾക്കുള്ള സാധ്യത കാണുന്നില്ല. റോഷി അഗസ്റ്റൻ തുടരാനാണ് സാധ്യത. പ്രത്യേകിച്ചും മാണി ഗ്രൂപ്പിലെ ഏറ്റവും സുപരിചിതനായ ഈ മേഖലയിലുള്ള മുഖമാണ്, അവരുടെ പ്രമുഖനായ നേതാവാണ് റോഷി അഗസ്റ്റിൻ. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വർക്കുകൾ കൊണ്ട് നിലവിലുള്ള ഒരു ഭൂരിപക്ഷം ചെറിയ ശതമാനം കുറഞ്ഞാൽ പോലും റോഷി അഗസ്റ്റിൻ നിലനിർത്താൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. ഇനി പീരുമേട് മണ്ഡലത്തെക്കുറിച്ചാണ്. സിറിയക് തോമസ് ആണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. CPIക്ക് വേണ്ടി കെ സലീം കുമാർ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി വി രതീഷ്. 2021 തെരഞ്ഞെടുപ്പിൽ CPIയുടെ വാഴൂർ സോമൻ 60,141 വോട്ട് നേടിയപ്പോൾ സിറിയക് തോമസ് 58,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJPക്ക് 7,000 ചില്ലാനം വോട്ടും ലഭിച്ചു. അപ്പോൾ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വാഴൂർ സോമൻ എന്ന CPI സ്ഥാനാർത്ഥിയുടെ LDF സ്ഥാനാർത്ഥിയുടെ വിജയം 1,835 വോട്ടിൻ്റെത് മാത്രമാണ്. അഥവാ ഭൂരിപക്ഷം 1,835 വോട്ട് മാത്രമാണ് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. 2016 ES ബിജിമോൾ CPMന് വേണ്ടി വിജയിച്ച മണ്ഡലം, അന്ന് സിറിയക് തോമസും പരാജയപ്പെടുകയായിരുന്നു. AIDMKക്കും കൂടി വോട്ടുള്ള മണ്ഡലമാണ്. അന്നത്തെ ഭൂരിപക്ഷം കേവലം 314 വോട്ടിനാണ് CPI മണ്ഡലം നിലനിർത്തിയത്. ES ബിജിമോളിന്റെ ഭൂരിപക്ഷം 314 വോട്ടിൻ്റെതായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ ES ബിജിമോളിന്റെ ഭൂരിപക്ഷം 4,700 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ 2011 മുതൽ CPIയുടെ കയ്യിലുള്ള മണ്ഡലമാണ്. പക്ഷെ ഭൂരിപക്ഷം 1000 ചില്ലാനം വോട്ടും 300 ചില്ലാനം വോട്ടും ഒക്കെയാണ് ഭൂരിപക്ഷം എന്നുള്ളത് വളരെ മാർജിനലാണ്. ടൈറ്റ് മത്സരമാണ്. ഇപ്രാവശ്യം സിറിയക് തോമസിന് മൂന്നാമതൊരവസരം കൂടി, രണ്ടാമത് 2 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. ഒരു തവണ 1000 ചില്ലാനം വോട്ടിനും 2000 അടുത്ത് വോട്ടും, ഒരു തവണ 300 ചില്ലാനം വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇത്തവണ സിറിയക് തോമസ് അതിശക്തമായ മത്സരം നടത്തിയിട്ടുണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ സിറിയക് തോമസിന് മൂന്നാമതൊരു അവസരം നൽകിയത് ഇപ്രാവശ്യമെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ പൊതുവെയുള്ള ഒരു സർക്കാരിന്റെ 10 വർഷം പൂർത്തിയാകുന്നു. LDFന് തിരിച്ചടി കിട്ടുമെന്ന് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇടുക്കി മണ്ഡലം ചിലപ്പോൾ മറിയാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ പൊതുവെയുള്ള വിലയിരുത്തലായി കാണുന്നത്. അത്തരം സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അവസ്ഥയിൽ LDFന് വലിയ മേൽക്കോയ്മ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് മറിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും 10 വർഷം പൂർത്തിയായ ഒരു പിണറായി വിജയൻ സർക്കാരാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തുടർച്ചയായി 2 ടൈം ഭരിച്ചതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭരണം മാറട്ടെ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് തങ്ങൾക്കത് ഗുണകരമായി മാറുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പക്ഷേ പൂർണ്ണമായിട്ടും UDFന് അത്തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശൻ സമ്പൂർണ്ണ വിജയമാണ് ഇടുക്കി ജില്ലയിലും അവകാശപ്പെടുന്നത്. UDF തൂത്തുവാരുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഈ നമ്പറൊക്കെ വെച്ചാണ് അദ്ദേഹം 100 എന്നുള്ള സംഖ്യ ഇപ്പോഴും പറയുന്നുള്ളത്. പക്ഷെ അവിടെയുള്ള ഒരു സാഹചര്യം മുൻനിർത്തി ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും തിരിച്ചടികൾ LDFന് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുമ്പോഴും സമ്പൂർണമായിട്ടുള്ള ഒരു വിജയം UDFന് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ LDFന് തന്നെയാണ് ഇടുക്കി ജില്ലയിൽ മുൻതൂക്കമുള്ളത്.